ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കോളിഫ്ലവർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കോളിഫ്ലവർ അതിൻ്റെ ഇതിൽ മാത്രം ഇളക്കിയെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് തിളച്ച ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കോളിഫ്ലവർ വെള്ളത്തിൽ നിന്നും മാറ്റാം. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമല്ല, പെരുംജീരകമാണ് ചേർത്തത്. പെരുംജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഇപ്പോൾ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു വലിയ തക്കാളി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അതൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറച്ച് സമയം ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കാം. 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരും. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. തൈര് ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഇളക്കാം. വീണ്ടും കുറച്ച് സമയം കൂടെ അടച്ചു വയ്ക്കാം. എന്നിട്ട് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കറിമസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കറിമസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഒരു 10-15 മിനിറ്റ് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പത്തിനോ ചപ്പാത്തിക്കോ ഇടിയപ്പത്തിനോ എല്ലാത്തിലൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കോളിഫ്ലവറിൽ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്.
പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൽ ചേർത്ത മസാലകളുടെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് വരും. കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിന് തന്നെയുണ്ട്. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇതിപ്പോൾ ആഫ്രിക്കൻ മല്ലിയിലയുടെ പൂവാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറിയുടെ ഗ്രേവി കുറച്ച് ലൂസായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നല്ല കുറുകി കിട്ടും. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള കോളിഫ്ലവർ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.